ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി സൈക്കാട്രിസ്റ്റിന് നേരിടേണ്ടി വന്ന ഒരു വെറൈറ്റി കേസാണ്. നമ്മുടെ സൈക്കാട്രിസ്റ്റിന്റെ പേരാണ് ശരവണൻ. ശരവണനെ പറ്റി പറയാനാണെങ്കിൽ അയാൾ അമേരിക്കയിൽ പോയി പഠിച്ച് അവിടുന്ന് തന്നെ മെഡൽ വാങ്ങിയ ആളാണ്. അമേരിക്കയിലെ പഠിച്ച് അങ്ങേയെ ഗോൾഡ് മെഡൽ വാങ്ങണവർ. നമ്മളൊക്കെ പിന്നെ അമേരിക്കയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ മെഡൽ വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ വാണിയംകുളത്തേക്ക് വരും. ഒന്ന് പോടും. ഇവർക്ക് ഒരേ തലയില 10 മൂളയെന്ന് തെരഞ്ഞുകിട്ടെ. അതുപോലെ ആൾക്കാർ മനസ്സിൽ ചിന്തിക്കുന്നതൊക്കെ അതേപോലെ തന്നെ വായിച്ചെടുക്കാനുള്ള കഴിവും ഇയാൾക്കുണ്ട്. ഉங்க முகத்தை பார்த்தே நீங்க மனசுல நினைச்சத அப்படியே சொல்வாரு. அவர் வெறும் டாக்டர் மட்டும் இல்ல, he is also an expert mind reader. തോന്നിയത് പറയുന്നതിന് ഒരു അതിരില്ലടാ. അങ്ങനെ ശരവണൻ നമ്മുടെ കഥയിലേക്ക് വരികയാണ്. ഹലോ ഹലോ ഗംഗാ, എങ്ക പോണാங்க? ഇങ്ങ തന്നെ இருந்தாங்க. ഇവരിത്ര നേരം ഇവിടെ പതുങ്ങിയിരുന്നത് ഇയാള് കണ്ടില്ല അത്ര. അപ്പൊ ശരവണന് തലയ്ക്ക് മാത്രല്ല കണ്ണിനും കൂടി എന്തോ കുഴപ്പമുണ്ട്. ശരവണന്റെ കൂട്ടുകാരനായ സെന്തിലിന്റെ വീട്ടിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി ശരവണൻ അങ്ങോട്ട് കെട്ടിയെടുക്കുകയാണ്, അതും കാളവണ്ടിയിൽ. എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കാളവണ്ടിയിൽ പോയി. അതെ സാർ, ഒന്ന് എണീറ്റ് പോടോ. ഈ സിനിമയുടെ കഥയൊന്നും ഞാൻ പറയണില്ല, കാരണം ഇനി ഈ കഥ സംസ്കൃതത്തിൽ മാത്രം എടുക്കാറുള്ളൂ. ബാക്കി ഒട്ടുമിക്ക ഭാഷയിൽ ഇത് വന്നു കഴിഞ്ഞു. അങ്ങനെ സെന്തിലിന്റെ വീട്ടിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്ന ശരവണൻ പാട്ടുകൂത്തുമായിട്ട് അവിടെ തന്നെ കൂടി. ഇനി മണിച്ചിത്രത്താഴിന്റെ പ്രിന്റിലേക്ക് 6-ാം തമ്പുരാന്റെ പ്രിന്റ് കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയ ഒരു ഫ്രഷ് സാധനം കണ്ടിട്ട് വരാം. காலங்காத்தால சரிகமான காக்கா மாதிரி கத்துக்கிட்டு தூக்கிக்கிட்டு இருந்த ஆளுங்களை எழுப்பி விடுற. டிவில நல்ல படம் இருக்கு, போய் பாருங்க. போங்க போங்க. മ്യൂസിക് പ്രാക്ടീസോ ശരിയാവില്ല. ഇതൊന്നും ഇവിടെ ശരിയാവില്ല. രാവിലെ മനുഷ്യൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന സമയത്ത് സാ പി സാഗ എന്നൊക്കെ പറഞ്ഞു അടിച്ചു മാറ്റിയില്ലേ. കുരങ്ങിന്റെ കയ്യില് പൂമാല കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുകയെന്നറിയാം. 100 കൊല്ലം ഒറ്റക്കാലിലെ തപസ് ചെയ്താലും 7 സ്വരങ്ങൾ ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഹരിമുരളീരവം. അതിനു പകരം ഇന്ന പിടിച്ചോ അത്തിന്തോ തിന്തിയം തോന്താന. ആണും പെണ്ണും കട്ടിൽ കട്ടി. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. 6-ാം തമ്പുരാൻ സിനിമയില് ജഗന്നാഥൻ ഹാർമോണിയം മാത്രമേ വായിക്കുള്ളൂ. പക്ഷെ ഇതില് ശരവണന് വായിക്കാൻ പറ്റാത്ത ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. അങ്ങനെ ഒട്ടുമിക്ക സംഗീതോപകരണങ്ങളും ഈ ഒരു ഒറ്റപ്പാട്ടില് ശരവണൻ വായിക്കുന്നുണ്ട്. അങ്ങനെ ശരവണൻ അവിടെ പാട്ടും കൂത്തും ഒലിപ്പിക്കലൊക്കെ ആയിട്ട് അങ്ങോട്ട് നടന്നു. എന്നിട്ട് ശരവണൻ വന്ന പോലെ അങ്ങോട്ട് തിരിച്ചുപോയി. Don't worry, any problem, one call. ശരവണ will appear. ഇതിന്റെ ഇടയില് ഗംഗ തെക്കിനി തുറന്നു. നോക്കുമ്പോ തെക്കിനിയിൽ അതാ ഒരു ആനക്കൊണ്ട. ഇത്രയും പേര് താമസിക്കുന്ന ഈ വീട്ടിൽ ഇത്രയും വലിയൊരു പാമ്പുണ്ടായിട്ട് അതിനെ ആരും തന്നെ കാണുന്നില്ല. ഓ, അത് തെക്കിനിയിൽ കാലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു പാമ്പാണല്ലോ അല്ലെ. ഓക്കെ, ശരി. അപ്പൊ ഈ പാമ്പ് ഇത്രയും കാലം എന്താ തിന്നോണ്ടിരുന്നത്? തെക്കിനിയിലുള്ള മാറോലെ. സത്യം പറഞ്ഞ ഇത് ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു പാമ്പല്ല. കാരണം ഇത് ഉപദ്രവിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ VFXന് നല്ല കാശാവും. അതുകൊണ്ട് തൽക്കാലം ഈ പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറഞ്ഞുകൊണ്ടിരിക്കും. ഈ പാമ്പിനെ സ്ക്രീനിൽ കാണിക്കുന്ന നേരം നമ്മൾ ഇതിനെ കണ്ട് പേടിക്കണം. ഓക്കെ, മതിയോ? തെക്കിനിയുടെ ഉള്ളിലുള്ള തെലുങ്കത്തി ചന്ദ്രമുഖിയുടെ പ്രേതം പുറത്തു വന്ന് എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അയാളുടെ എൻട്രി. ഇയാൾ ആരാന്നറിയോ? ഇനി ദോ അവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ട്. ഇതിനിടയിൽ ഈ ചേട്ടൻ ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അയാൾക്കും മനസ്സിലാകുന്നില്ല. അതാണ് അയാൾ. ഒരു പിടിയും കൊടുക്കില്ല. ആരുടെ ദേഹത്താണ് ചന്ദ്രമുഖിയുടെ പ്രേതം കൂടിയിരിക്കുന്നത് എന്ന സംശയങ്ങൾക്കൊടുവിൽ അവർക്ക് ഉത്തരം കിട്ടി. അത് ദുർഗയുടെ ദേഹത്താണ്. അത് ഉറപ്പിക്കാൻ വേണ്ടി ശരവണൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിന്നെ കളി അങ്ങോട്ട് മാറി. ശരവണൻ വേഴ്സസ് ചന്ദ്രമുഖി.
ഇയാൾക്ക് പറക്കാനൊക്കെ കഴിവുണ്ടല്ലേ? ഇനി എന്ത് കഴിവ് ഇയാൾക്ക് ഇല്ലാത്ത? തപ്പി നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ഇൻഫിനിറ്റി സ്റ്റോൺ ഒക്കെ കിട്ടൂ. ഇയാളെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ആ വീട്ടുകാരൊക്കെ കൂടി ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തുകയാണ്. അയാളാണെങ്കിൽ ഇതിനേക്കാളും പരം. എന്താ വീട്ടില് ഷോക്ക് ഉണ്ടാവും? നാക്കാലിയെ കിഴക്ക് പാത്ത് പോടുങ്ക. അതെന്താ കസേര പടിഞ്ഞാറിട്ട് അയാൾ ഇരിക്കില്ലേ? അപ്പൊ ബാർബർ ഷോപ്പ് പോയ അയാൾ എന്താ ചെയ്യാ? കസേര എടുത്ത് റോട്ടിലിടൂ. അതാ വീണ്ടും അയാൾ. അല്ലെങ്കിൽ തന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്. ഇനി വേലക്കാരനും ശരവണനും തമ്മിലൊരു ഫൈറ്റ്. ഫൈറ്റിന് ശേഷം ആ സത്യം എല്ലാവരും തിരിച്ചറിയുകയാണ്. ഗംഗയാണ് ചന്ദ്രമുഖി. ചന്ദ്രമുഖിയാലെ ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഉൻ മനവി ഗംഗാദാ. ഗംഗ ചന്ദ്രമുഖി ആയതൊക്കെ ശരി, പക്ഷെ ആരാണ് ഗംഗയുടെ കണ്ണിക്ക് ടോർച്ചടിക്കണ്? ആരാണ് അയാള്? അയാളുടെ ഒരു ദിവസത്തെ കൂലി എത്ര? രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റണില്ല. ശരവണനും ഒന്നും ചെയ്യാൻ പറ്റണില്ല, ഈ മന്ത്രവാദിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഈ കഴിവില്ലാത്ത ഈ രണ്ടുപേരും കൂടി ഒരു ടീമായിട്ട് മാറി അവിടെ കസേര ഇട്ടിരുന്നു. നീ വരേ നീ വരേ. ആ റെഡി ആയിട്ടിരുന്നോ? ഇപ്പൊ വരും അടിക്കട മോനെ ടോർച്ച്. ഇയാളെന്താ ഒരു ബന്ധമില്ലാതെ ഏതോ റൂമിൽ പോയിട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് ഇയാള് പേടിക്കുമായിരിക്കും, അല്ലാതെ ബുദ്ധിയുള്ള ആരും പേടിക്കില്ല. അപ്പൊ നമുക്കിനി ക്ലൈമാക്സിലേക്ക് പോവാം. ദിനമോ രാത്രി അവ ഇങ്ങ ഇപ്പിടിതാ ആടിയിട്ട് ഇരിക്കാ. ഓ അപ്പൊ ഡെയിലി ഇവിടെ ഇയാള് വന്നിട്ട് ഇത് കണ്ടിട്ട് പോവാറുണ്ടല്ലേ? என்ன கொடுமை சரவணனது. ചന്ദ്രമുഖിയെ എല്ലാരും കൂടെ പറ്റിച്ചു. അങ്ങനെ ആ വർഷത്തെ ഹോളി കൂടി സെലിബ്രേറ്റ് ചെയ്ത ശേഷം ചന്ദ്രമുഖിയുടെ ആത്മാവ് എങ്ങോട്ടോ പോയി. അതുപോലെ ആ വലിയ പാമ്പ് അതും എങ്ങോട്ടോ പോയി. എങ്ങോട്ടാന്നറിയില്ല. പോണം. ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ. ഞാൻ ആരുമല്ല ഇവിടെ. എന്തിനാണ് ആ പാമ്പ് ഈ പടത്തില്? ശരവണന് ആൾക്കാരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറയണത്. എന്നാ പിന്നെ ആദ്യം തന്നെ ഇയാൾക്ക് ആ വേലക്കാരന്റെ മനസ്സങ്ങോട്ട് വായിക്കായിരുന്നില്ലേ? ഇത്രയും തല്ലുകൊള്ളേണ്ട ആവശ്യമുണ്ടാവും? അങ്ങനെ ഈ പടം അവസാനിച്ചു. അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി ശരവണൻ ഉടൻ തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു, അതും കാളവണ്ടിയിൽ.